ഒരു മാന്യ പ്രേക്ഷകൻ്റെ ചോദ്യം എങ്ങനെയാണ് പേർഷ്യൻ പൂച്ചകൾക്ക് കെയർ കൊടുക്കുന്നത് എന്നാണ്. അത് നല്ല പ്രസക്തമായൊരു ചോദ്യമാണ്. കാരണം പേർഷ്യൻ പൂച്ചയും നമ്മുടെ നാടൻ പൂച്ചകളുമായിട്ട് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം അതിൻ്റെ ടെമ്പറാമെൻറ്റിലുള്ള വ്യത്യാസമാണ്. നമ്മുടെ നാടൻ പൂച്ചകൾ മിക്കവാറും ഒന്നിനും മെരുങ്ങുന്നതല്ല. ഒന്ന് പിടിച്ചാലോ എടുത്താലോ അത് പേർഷ്യൻ പൂച്ചകളെ പോലെയല്ല. നേരെ മറിച്ച് പേർഷ്യൻ പൂച്ചകളൊക്കെ വീടിനകത്ത് മാത്രം ശാന്തമായിട്ട് ഒതുങ്ങിക്കൂടി നിൽക്കുവാൻ കഴിയുന്നവരാണ്. അവർക്ക് പുറത്തു പോകണമെന്നുള്ള വലിയ ആഗ്രഹങ്ങളില്ല. പുറത്തു പോകാൻ കതകിലോ അല്ലെങ്കിൽ ജനലിൽ ഒരു വിടവ് കണ്ടാലും അതുവഴി അവർ പുറത്ത് ചാടില്ല. അതൊരു ടെമ്പറാമെൻറ്റിൻ്റെ വ്യത്യാസമാണ്. നേരെ മറിച്ച് നാടൻ പൂച്ചയാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ വിടവ് കിട്ടിക്കഴിഞ്ഞാൽ അതുവഴി ചാടി വെളിയിൽ പോയി വാണ്ടർ ചെയ്ത് ഒരുപാട് മണിക്കൂറുകളോ ദിവസങ്ങളോ കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ വരുന്നത്. അത്തരത്തിലുള്ള വ്യത്യാസങ്ങൾ ഉള്ളത് കാരണം തന്നെ കെയറിൽ തന്നെ വ്യത്യാസങ്ങളുണ്ട്. പിന്നെ മറ്റൊരു വ്യത്യാസം അതിൻ്റെ രോമക്കുപ്പായമാണ്. പേർഷ്യൻ പൂച്ചകൾക്ക് രോമം വളരെ കൂടുതലാണ് നാടൻ പൂച്ചകളെ കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഹെയർ കോട്ടിൻ്റെ കെയർ കൂടുതലായിട്ട് കൊടുക്കണം. എല്ലാ ദിവസവും ഗ്രൂമിങ് ആവശ്യമുണ്ട്. ബാഹ്യ പരാതങ്ങൾ ടിക്സും ഫ്ലീ ഒക്കെ കയറുന്നുണ്ടോ എന്ന് നോക്കണം. അത് പൊഴിയുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ചികിത്സ ചെയ്യണം. ഇത്തരത്തിലുള്ള കെയർ ഒന്നും നാടൻ പൂച്ചകൾക്ക് വലുതായിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. എങ്കിലും ഈ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ തന്നെ ഒരുപാട് സമാനതകളുണ്ട്. രണ്ടും പൂച്ചവർഗം തന്നെയാണ്. ആ സമാനതകളും കൂടെ ഉൾക്കൊണ്ട് വേണം നമ്മൾ വ്യത്യാസത്തെ കാണുവാനും കൂടുതൽ കെയർ പേർഷ്യൻ പൂച്ചകൾക്ക് കൊടുക്കുവാനും.